ശ്രീനാരായണ ഗുരുദേവൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള മിക്കവാറും ആളുകൾ കേട്ടിട്ടുള്ള ഒരു കൃതിയാണ് ദൈവദശകം. പൊതുവെ അത് പ്രാർത്ഥനാഗീതമായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷേ നമ്മൾ ഉപനിഷത്ത് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഭഗവത്ഗീത പഠിക്കുമ്പോൾ അതിൻ്റെ എല്ലാം സാരമായിട്ടാണ് ഗുരു 10 മലയാള പദ്യങ്ങളിലൂടെ ഏറ്റവും ലളിതമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ച് ദൈവദശകം രചിച്ചിട്ടുള്ളത്. ഉപനിഷത്തിൽ തന്നെ വാക്കുകളെ മാറ്റാതെ ഗുരു ദൈവദശകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കേൾക്കുമ്പോൾ അത് മലയാളം വാക്കായിട്ട് നമുക്ക് തോന്നും, പക്ഷേ അത് സംസ്കൃത വാക്കുകളാണ്, ഉപനിഷത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളാണ്. നീ സത്യം ജ്ഞാനം ആനന്ദം എന്നാണ് ആ വാക്ക്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് സംസ്കൃതത്തിൽ ഉപനിഷത്തിൽ അത് പറയാം. ബ്രഹ്മ എന്നുള്ളിടത്ത് ഗുരു നീ എന്ന് പറഞ്ഞു, ദൈവം. ഇപ്പോൾ ഗുരു ദൈവദശകത്തിൽ പറയുന്ന ദൈവം എന്ന് പറയുന്നത് നമ്മളുടെ കാലദേശങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചല്ല, അല്ലെങ്കിൽ ദേവതകളെക്കുറിച്ചല്ല. ഇപ്പോൾ കൃഷ്ണൻ അല്ലെങ്കിൽ ഗണപതി, ദേവി എന്നൊക്കെ പറയുന്നത് കാലദേശങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ദേവതയാണ്. പക്ഷെ ദൈവമെന്ന് പറയുന്നത് കാലദേശാധിവർത്തിയാണ്. അതിനെ ബ്രഹ്മമെന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. അപ്പോൾ ഉപനിഷത്തിൽ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് പ്രയോഗിച്ചപ്പോൾ അത് ഗുരു ഇവിടെ എടുത്തിട്ട് പറഞ്ഞു നീ എന്ന് പറഞ്ഞാൽ ദൈവം. ബ്രഹ്മം എന്ന് പറയുന്നത് സത്യമാണ്, ജ്ഞാനമാണ്, ആനന്ദമാണ്. അനന്തം ആനന്ദമാണ്. ആനന്ദം എപ്പോഴും അനന്തമായിട്ടാണ്. അതിന് യാതൊരു അന്തവുമില്ല, അവസാനവുമില്ല. അപ്പോൾ ഇവിടെ സത്യം എന്നുള്ളത്, ജ്ഞാനം എന്നുള്ളത്, ആനന്ദം എന്നുള്ളത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ളതാണ്. ഇപ്പോൾ ദൈവത്തെ തേടി പുറത്തേക്കല്ല നമ്മൾ പോകേണ്ടത്. പക്ഷെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെ നമ്മുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചിരിക്കുന്നത് ദൈവം നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണ്, വേറെ ഏതോ ലോകത്തിരിക്കുന്നതാണ്, മരിച്ചു കഴിഞ്ഞിട്ടൊക്കെ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ ചില ധാരണകളുണ്ട്. അപ്പോൾ അങ്ങനെയല്ല എന്ന് ഉപനിഷത്തും ഗീതയും ബ്രഹ്മസൂത്രവും ഒക്കെ അതിശക്തമായി നമ്മളോട് പറയുകയാണ്. പക്ഷേ നമ്മൾക്ക് അതല്ല വേണ്ടുന്നത്. നമ്മൾക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ദൈവം, നമ്മുടെ സങ്കല്പത്തിലുള്ള ദൈവം. നമ്മുടെ സങ്കല്പത്തിലുള്ള ദൈവത്തിന് ഒരുപാട് കുറവുകളുണ്ടാവും. നമ്മുടെ കർമ്മങ്ങൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് പുറത്തിരിക്കുന്നൊരു ദൈവം എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ചില കഷ്ടപ്പാടുകൾ വിധിച്ചു. അങ്ങനെയല്ല, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ വാസനകൾ ആണ് നമ്മുടെ വിധി നിശ്ചയിക്കുന്നത്. സുഖം വന്നാലും ദുഃഖം വന്നാലും. ഈ ജന്മത്ത് ചിലർ ഒരുപാട് ദുഃഖിക്കുന്നുണ്ടാവാം, ചിലർ ഒരുപാട് സുഖിക്കുന്നുണ്ടാവാം. മാറാവ്യാധികൾ വരുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ കർമ്മ നിയമത്തെക്കുറിച്ചൊക്കെ ഇവിടെ പറയുമ്പോൾ യുക്തിവാദികളും അല്ലെങ്കിൽ ആധുനിക സയൻസ് പഠിച്ചവരൊക്കെ വിമർശിക്കാം. ഒരു കർമ്മ നിയമമല്ല അത് നമ്മൾ. അപ്പോൾ അവിടെ അവർക്ക് സൂക്ഷ്മമായ ഒരു തലത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ അഭാവമുണ്ട്. മഹർഷിമാരങ്ങനെയല്ല. അവർ കൃത്യമായിട്ട് പറയുന്നു നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. എത്രയോ ജന്മങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട്, ചീത്ത കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട്. നല്ലത് ചെയ്യുമ്പോൾ നല്ലത് അനുഭവിക്കുന്നു, ചീത്തയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ചീത്ത. അപ്പം നമ്മൾക്ക് ഒരുപാട് ചീത്തയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് നടക്കുന്നതെങ്കിൽ നമുക്ക് തീരുമാനിക്കാം അത് നമ്മൾ തന്നെ മുൻ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള ചീത്തയായിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലമാണ്. അപ്പോൾ ഈ ജന്മത്ത് നമ്മൾ ചീത്തയായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക, മറ്റൊരാളെ ഉപദ്രവിക്കാതിരിക്കുക, മറ്റൊരാളെ മാനസികമായി വിഷമിപ്പിക്കാതിരിക്കുക, അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മാറി വരും. അപ്പോൾ ഇവിടെ ഇതിനെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായിട്ടുള്ള അറിവാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ദൈവം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യമാണ് എന്ന് തിരിച്ചറിയുക, അതാണ് ജ്ഞാനം. ഈ എന്നെക്കുറിച്ച്, ഈ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെക്കുറിച്ചുള്ള അറിവാണ് നമുക്ക് വേണ്ടുന്നത്. ബാഹ്യമായിട്ടുള്ള അറിവുകളെല്ലാം അത് പരിമിതമാണ്. അവിടെയല്ല ഈ യഥാർത്ഥത്തിലുള്ള ജ്ഞാനം ഇരിക്കുന്നത്. ഇവിടെ പ്രതിപാദിക്കുന്ന ജ്ഞാനം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെക്കുറിച്ചാണ്.
അത് സത്യമാണ്, ഒരിക്കലും മാറ്റമില്ലാത്തതാണ്. 3 കാലത്തിലും മാറ്റമില്ലാതെ ഇരിക്കുന്നതിനാണ് സത്യമെന്ന് പറയുന്നത്. സത്യം വദ, പ്രിയം വദ, ഹിതം വദ. അത് നമ്മൾ വ്യവഹാരത്തിൽ പറയുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ സത്യമേ പറയാവൂ, ഹിതമായിട്ടുള്ളത് പറയണം, ഇത് പ്രിയമായിട്ടുള്ളതും പറയണം. അങ്ങനെ വരുമ്പോഴും നമുക്ക് നമ്മുടെ കർമ്മം ശരിയായ ദിശയിൽ പോകുമെന്നുള്ളതാണ്. നമ്മൾ സത്യം പറയാതെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ നുണ പറയുന്ന ശീലമുള്ള ആളുകളുണ്ട്. ഒരു കാര്യമില്ലെങ്കിൽ അവർ നുണ പറയും. അത് വളരെ മോശമാണ്. പിന്നീട് അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. പക്ഷേ ചില സ്ഥലത്ത് നമുക്ക് സത്യമായി പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അത് പ്രിയമായ രീതിയിൽ നമ്മൾ പറയുക, ഹിതമായ രീതിയിൽ പറയുക. അപ്പോൾ അങ്ങനെ അത് നമ്മുടെ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന ഗുരു ദൈവദശകത്തിൽ പറയുന്ന സത്യമെന്ന് പറയുന്നത് 3 കാലത്തിലും മാറാതെ നിൽക്കുന്ന ആ ചൈതന്യത്തെയാണ്. അതിനെക്കുറിച്ചുള്ള അറിവാണ് നമുക്ക് വേണ്ടുന്നത്. അത് ആ അറിവ് നേടുമ്പോഴോ അതാണ് ആനന്ദം. തിരിച്ചറിയുമ്പോൾ അത് ആനന്ദ സ്വരൂപമാണ്. നമ്മൾ ഗാഠനിദ്രയിൽ, അതല്ലെങ്കിൽ നമ്മൾ മനസ്സ് എവിടെയാണോ പൂർണ്ണമായും ഇല്ലാതാകുന്നത്, അവിടെയാണ് നമുക്ക് ആനന്ദം കിട്ടുന്നത്. മനസ്സുള്ള സ്ഥലത്ത് നമുക്ക് ആനന്ദമില്ല. മനസ്സ് പരിപൂർണമായും ഇല്ലാതാകുമ്പോൾ, അപ്പോൾ ധ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കത് കിട്ടും. ഇനി അങ്ങനെ ധ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകാതെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒന്നാണ് ഗാഠനിദ്ര. ഡീപ്പ് സ്ലീപ്പിലും നമുക്ക് ആനന്ദമാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ആ അനന്തമായിട്ടുള്ള ആനന്ദത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ജന്മം, മനുഷ്യജന്മം അപ്പോൾ മാത്രമാണ് കൃതകൃത്യമാകുന്നത്.